2 big M's, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി രണ്ടുപേരുടെയും മമ്മൂക്കയുടെ അടുത്ത് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ ഹലോ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം മമ്മൂക്ക പറഞ്ഞു, പാട്ടുകൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ വൈബ് അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പാടുന്ന കാണാൻ നല്ല രസമുണ്ട്, എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെ ദുബായിൽ വന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് നേരിട്ട് പോയി മീറ്റ് ചെയ്ത് സംസാരിച്ചു. ഒരു 10-30 മിനിറ്റോളം ഇരുന്നത് അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാൻ പറ്റി. എന്നും മെലഡിയെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങൾ എല്ലാ കാലത്തും ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ, നിങ്ങളുടെ പാട്ടുകൾ കൂടുതൽ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പം ഞാനിപ്പോൾ തന്നെ ഞങ്ങളൊരു പുതിയ ചെയ്യുന്ന പാട്ടൊക്കെ അദ്ദേഹത്തിനെ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ നേരം ഈ പാട്ടിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം. കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ ഈ നീഡ് ടു ട്രാവൽ അറൗണ്ട്, നമ്മൾ കേരളം വിട്ട് നിങ്ങൾ കുറേ ഹിന്ദി പാട്ടുകൾ ആഡ് ചെയ്യണം, നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ ട്രാവൽ ചെയ്യണം, നിങ്ങൾക്ക് അപ്പം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടി പാടിയതോ അല്ല, അന്ന് എനിക്ക് ഞാൻ പാടാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്കഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10-30 രൂപയോളം പാടി. പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോൾ പാട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വന്ദേ മുകുന്ദഹരെ സ്റ്റാർട്ട് ചെയ്തത്, അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലാലേട്ടനെ കണ്ടു. അപ്പോൾ ലാലേട്ടനപ്പം ഞങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതായിരുന്നു ഞാൻ ഞെട്ടിയത്. അപ്പം ദുബായിലല്ലേ എന്നൊക്കെ ചോദിച്ചു, എന്നോട് ചോദിച്ചു. അപ്പോൾ ശ്രീലാലിനെയും ഞങ്ങളെല്ലാവരെയും അറിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുന്ന പാട്ടുകളാണ് ചോദിച്ചത്. അപ്പോൾ ഈ പാട്ട് പാടാമോ, ഈ പാട്ട് പാടാമെന്ന് ലാലേട്ടൻ ഇപ്പോൾ സൗവർണികാമൃത പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളത് പാടിക്കൊടുത്തു. അമ്പലമില്ലാതെ പാടാറില്ലേ, അപ്പോൾ അത് പാടിക്കൊടുത്തു. അങ്ങനെ കുറേ പാട്ടുകൾ പാടി അന്നവിടെ ഇരുന്നത്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകളുമെവിടെ ക്രൂരനിഷാദക്ഷരം കൊണ്ടു നീരുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപന സ്നേഹസദീപ്യന്റെ കാൽക്കളിൽ കണ്ണേ പ്രണാമം. ലാലേട്ടൻ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായിരുന്നു. ലാലേട്ടൻ്റെ കൊടുത്തല്ലോ അങ്ങനെയൊന്നും പ്ലാനിലൊന്നുമില്ല ഇപ്പോൾ, പ്ലാനിലില്ല. നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഫീഡ്ബാക്കിൽ പറയുന്നുണ്ടാവും, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ ഭജൻസ് കേട്ടത്. പേഴ്സണലി എനിക്കറിയാം, ഗർഭിണികളായ സ്ത്രീകൾക്ക് പോലും നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്ന വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ യുണീക്കായ ഇൻസിഡൻസ് വന്ന ആൾക്കാർ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഒരു കുട്ടിയെ കണ്ടത് തന്നെ, ഒരു വീഡിയോ നിങ്ങളുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വീഡിയോ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ ഓർത്തതേ ഇല്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞങ്ങൾ മിക്കവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫേസാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇങ്ങനെ പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയും, എനിക്ക് ഇങ്ങനെ സെറിബ്രൽ പ്ലാസിയുള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ ബെഡ് റിട്ടൺ ആണ്, ബട്ട് വെരി ആക്റ്റീവാണ്. ഭയങ്കര ശരിക്കും ഞങ്ങൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇൻസ്പയർഡായി. കാര്യം ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ ഒരു ഭയങ്കര ലെവലാണ് കുട്ടി. ഞങ്ങൾ ചാവക്കാട് പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ രാവിലെ കുറച്ചൊരു സ്പേസ് കിട്ടി. അപ്പോൾ ഇവർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഞങ്ങൾ കുറച്ച് പേര്, ഒരു 7-8 പേര് ഫ്രീ ആയിരുന്നപ്പോൾ ഞങ്ങൾ ആ കുട്ടീനെ കാണാൻ വീട്ടിൽ പോയി. അവർക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു എൻജോയ്. ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങളവിടെ പോയിരുന്നു, പാട്ട് പാടി. ആ അമ്മയും മോളും മാത്രമേ ഉള്ളൂ അവിടെ. ആ കുട്ടി എപ്പോഴും പോസിറ്റീവായി മോള് പറയുന്നത് വെച്ചാൽ നമ്മൾ പാട്ടുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും
ആ കുട്ടിയുടെ ചേട്ടന്മാരാണെന്നുള്ള രീതിയിൽ ആണ് അതിന് ഫീൽ ചെയ്യുന്നത്. ഏട്ടാന്ന് പറഞ്ഞാൽ വിളിക്കുള്ളൂ, ഏട്ടന്മാർ വീട്ടിലെത്തി. എല്ലാവരും അത് എല്ലാവരും ആ ഒരു കണക്ഷൻ ഉണ്ട്, എല്ലാവരും സ്വന്തം ചേട്ടന്മാരെന്നുള്ളൊരു ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി ഞാൻ പറയുന്നത് ഇപ്പോൾ ഡെയിലി എനിക്കൊരു 10 പേരെങ്കിലും അങ്ങനെ എനിക്ക് കാണാം. കാര്യം അത്രയും മെസ്സേജ് വരുന്നുണ്ട്, എല്ലാം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് കാണാവുന്ന മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും ഒരു ടഫ് ടൈമിൽ ആൾക്കാർ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമായിട്ട് നമ്മളുടെ പാട്ടുകൾ മാറുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നേരിട്ടും ഒക്കെ വന്നിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഫാൻസിൽ പല ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളുണ്ട്. അതായത് ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ അമ്മമാരും അപ്പന്മാരും വരെ വന്ന് നിങ്ങളുടെ പ്രോഗ്രാംസ് കാണാറുണ്ട്. ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തു നിന്നോ നിങ്ങളുടെ ഈ ഒരു ഭജൻ ഫിലിം സോങ് മിക്സിങ്ങിനെ അവരുടെ ഒരു റെസ്പോൺസിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് പൊതുവെ ഏജ് ഗ്രൂപ്പ്സിൻ്റെ കാര്യത്തിൽ? ഇപ്പോൾ അത്ഭുതം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരും അച്ഛന്മാർക്കും അവർക്കതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞങ്ങളങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വളരെ ചുരുക്കം ആൾക്കാർ ഈ പറയുന്ന ഫിലിം സോങ്സിൽ മിക്സ് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തന്നെ പറയാറുള്ളൂ. ചില പാട്ട് പാടാതെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇന്നെന്താ അത് പാടാഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ ആ മിക്സ് പോലും അവർക്ക് അത്രയും അങ്ങനെ കുറെ ഒരുപാട് ഇങ്ങനെ വിമർശനം എന്നല്ല, ഒരുപാട് ഫാൻസ് ഫിലിം സോങ് ബ്ലെൻഡില് അല്ല വൃന്ദാവൻ ഫിലിം സോങ് അല്ല ഞാൻ പറയുന്നത് അതിനുശേഷം കാതലേ മിക്സ് ചെയ്യുന്ന കാതലേ മിക്സ് ചെയ്തതിന് അതിന് വിമർശനങ്ങളില്ല, അതിന് ഒത്തിരി ഫാൻ ബേസ് ഉണ്ട്. പിന്നെ അത് ജയകൃഷ്ണൻ ആ പീസ് വായിക്കുമ്പോൾ തന്നെ അവിടെ അങ്ങോട്ട് കൈയടി ഉയരുകയാണ്. അപ്പോൾ അത് എവിടെ ചെന്നാലും അത് ഭയങ്കര അത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു മിക്സ് ആക്കിയത്. അപ്പം അത് ആ ജയകൃഷ്ണൻ്റെ ആ ഒരു പീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ജയകൃഷ്ണൻ ചില വേദികളൊക്കെ ഞങ്ങൾ അവനിപ്പം വായിച്ച് മടുത്തിട്ട് അവന് മടിയാണ് വായിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ എന്തിനാണ് വായിക്കാൻ മടിക്കുന്നത്, കാര്യം ആൾക്കാർക്ക് അത് കേൾക്കാൻ എത്ര ഇഷ്ടമാണ്. അപ്പം അത് എൻജോയ് ചെയ്യുന്നത് വായിക്കണം ഞാൻ പറഞ്ഞു. അതിപ്പോൾ 1000 വേദി ആയാലും 10000 വേദി ആയാലും യു ഷുഡ് എൻജോയ്. വായിച്ച് പേര് വരെ കാതൽ ജയകൃഷ്ണൻ. ഏകദേശം 5000-ൽ പരം വേദികൾ ഇന്ത്യയിലും യു എയിലും. 5000 ആയിട്ടില്ല 3000 to എനിക്ക് എക്സാക്ട് കണക്കറിയില്ല. ഞങ്ങൾ ഏകദേശം ഇങ്ങനെ ഒരു 3000-ന് മേളിൽ എന്താണെങ്കിലും ആയിട്ടുണ്ട്. 3000-3500 ആയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനിൽ ഭജൻസ് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്തിട്ടുള്ളത്? ഹ്യൂജ് പാട്ടാണ് അത് ഞങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ഞങ്ങളെ ഫോം ചെയ്തേക്കുന്നത് ഈ ഭജൻ എന്നുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? തീർച്ചയായും പറഞ്ഞില്ലേ വരുന്ന വഴി നവീൻ തന്നെ പറഞ്ഞ കേസ് ഓരോരുത്തർ സംസാരിക്കുന്ന രീതി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്താൽ, ഹരീഷ്ണനെ കുറിച്ച് കമൻറ്റ് ചെയ്താൽ, ഇവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. പുള്ളി തന്നെ പറഞ്ഞു ഹരീഷ്ണനിലൊക്കെ ഭയങ്കര മാറ്റമാണ് സംസാര രീതിയും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പണ്ടുണ്ടായിരുന്ന രീതിയെല്ലാം ഭയങ്കര കുറച്ച് ആൾ റിസർവ്ഡ് ആയിരുന്നു. പക്ഷേ ആൾക്കാർ കുറച്ചുകൂടെ ആൾക്കാരോടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും അത് ശരിക്കുന്ന ആ രീതികളൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ ഈ നമ്മളിത് പണ്ട് ഓർക്കുന്നു ഒരു സിനിമ കാണാൻ പോയിട്ട് നമുക്ക് ഫിലിം ഞാനും പ്രവീണുമായിരുന്നു എനിക്ക് മറ്റേ തിരുനക്കരയിൽ. എന്നിട്ട് അവിടെ ഇരുന്നൊരു പടം മോശമായി നമുക്ക് എന്താണെങ്കിലും പടം കാണേണ്ട ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഭജന നമ്മൾ പോയതൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അതിനോടായിരുന്നു. അപ്പോൾ അത് തന്നെ. അപ്പോൾ പല സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്തായിരുന്നു ഞങ്ങൾ കൂടുതൽ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചകൾ കൂടുതൽ ഇതിൻ്റെ അകത്തായിരുന്നു. ഭജനകൾ എന്നുള്ള രീതിയിലായിരുന്നു ചർച്ച. അപ്പം നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ പറയും. നീയൊക്കെ പുതിയ വന്നല്ലോ എന്തെങ്കിലും സംസാരിക്കും. എന്താണ് ഇപ്പം നീ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് നിന്റെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കാണല്ലോ ഒത്തിരി മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അതല്ല നിനക്ക് എന്താണ് നിന്റെ ഒത്തിരി ഹാപ്പിയാണ് ഈ ഒരു ഫാമിലിയിൽ വന്നു. ഞാൻ മാറ്റം വന്നതെന്ന് വെച്ചാൽ ഭക്തി ഇച്ചിരൂടെ കൂടി. പിന്നെന്താ ഒരു വർഷം മുമ്പുള്ള ഇച്ചിരൂടെ കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട്. ഞാനങ്ങനെ അധികം മിണ്ടാത്ത ഒരാളായിരുന്നു. ഇപ്പം എന്നെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട് ഇച്ചിരൂടെ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇഷ്ട ദൈവങ്ങൾ പലർക്കും പലതായിരിക്കില്ലേ, അങ്ങനെ അതനുസരിച്ച് പാടാറുണ്ടോ? അത് എല്ലാവരും എല്ലാ പാട്ടുകളും ഒരുപോലെ പാടുകയാണ് ചെയ്യുക? അങ്ങനെ ഇല്ല. നമ്മൾ ആ അമ്പലം ഇപ്പോൾ ഏത് അമ്പലത്തിലാണോ പ്രോഗ്രാം അവിടുത്തെ പ്രതിഷ്ഠ ഏതാണോ അപ്പോൾ അതിനനുസരിച്ചുള്ള പാട്ടുകളായിരിക്കും ചിലപ്പോൾ ആദ്യം പാടാറുള്ളത്. നമ്മുടെ പേഴ്സണൽ ചില നമ്മുടെ ഇഷ്ട ദൈവങ്ങൾ ഉണ്ടാവുമല്ലോ ചിലർക്ക് ചിലത്. അപ്പോൾ അത് പാടുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കണക്ട് ആവുന്ന പോലെ അങ്ങനെ ഉണ്ടോ? അതോ എല്ലാ പാട്ടുകളും ഒരുപോലെ? കൂടുതൽ സോങ്സ് ബേസ് ചെയ്തിട്ടാന്ന് തോന്നല്ലേ. ഓരോരുത്തർ ഓരോ സോങ്സിൽ അവർ എക്സൽ ചെയ്യുന്ന സോങ്സ് ഉണ്ട്. അതാണ് കൂടുതൽ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി എൻജോയ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇദ്ദേഹം പാടിയപ്പോൾ മുരുകൻ പാടിയപ്പോൾ ആ ഒരു കെമറാഡ്രി എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നതാണോ അതോ നാച്ചുറൽ ആണോ? അത്
ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ്. മീൻസ് അപ്പോൾ അത് നമ്മൾ ഒരാളുടെ ഏറ്റവും കോർ കോമ്പറ്റൻസി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അയാളെ അതിൽ ബെസ്റ്റ് ആക്കി നമ്മൾ നോക്കും. ഇപ്പം ബാലൻസ് ചെയ്യാൻ നോക്കും. ഇപ്പം എൻ്റെ എല്ലാ സ്റ്റൈൽ ഓഫ് മ്യൂസിക് എനിക്ക് പറ്റത്തില്ലായിരിക്കും, അല്ല എല്ലാ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇവന് പറ്റില്ലായിരിക്കും, അല്ല അബിക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണോ പറ്റുന്നത് അത് കൂടുതൽ നമ്മളത് എൻഹാൻസ് ചെയ്യും. അപ്പോഴാണല്ലോ നമ്മൾ ആ ഒരു ടീമിൻ്റെ വർക്ക് അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പം ശ്രീലാൽ എന്ന വിരുദ്ധങ്ങൾ നല്ല രസമായിട്ട് പാടും. ഇപ്പോൾ കൂടുതൽ വിരുദ്ധങ്ങൾ ഞങ്ങൾ ശ്രീലാലിനെ ഫോക്കസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഇപ്പം സിയാപതി പോലെയുള്ള അല്ലെങ്കിൽ കിത്തി സുകുമാരൻ പോലുള്ള പാട്ടുകൾ കൂടുതൽ അങ്ങനത്തെ പാട്ടുകൾ ഞാനായിരിക്കും ചിലപ്പോൾ കൂടുതൽ പാടുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ ഇപ്പം മനു കുറച്ചുകൂടെ കർണാടക കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു അങ്ങനെയുള്ള കുറച്ചുകൂടെ ഉള്ള പാട്ടുകൾ മനു നല്ല രസമായിട്ട് പാടും. പ്രവീണും ആ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്, മനു ആൻഡ് പ്രവീൺ കുറച്ച് സ്റ്റൈൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ബാലൻസ് ചെയ്യുന്നത്, ടോട്ടൽ ടീമിനെ ബാലൻസ് ചെയ്യുന്ന ഓരോ ആൾക്കാർ. അപ്പം അങ്ങനെ പാട്ടിൻ്റെയും അവരുടെ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൻ്റെയും ബേസിസിലാണ് നമ്മൾ പാട്ട് ചൂസ് ചെയ്യുന്നത്.